വയനാട് ജില്ലയിലേക്കാണ് PV ജോഷില വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ആദ്യ മണിക്കൂറുകൾ രാവിലെ 6 മണി ബുള്ളറ്റിനിൽ ജോഷില ലൈവ് നിൽക്കുന്ന സമയത്ത് തന്നെ വിജനമായി കിടക്കുന്ന റോഡുകളായിരുന്നു. ഏതായാലും 8 മണിയോടടുക്കുന്ന ഈ സമയത്തും ആ രീതിയിൽ തന്നെയാണ് കടകളൊക്കെ അടഞ്ഞു നിൽക്കുന്നത്. പിറകിൽ കാണാം, നിരത്തിലും വലിയ വാഹന ഗതാഗതങ്ങളൊന്നുമില്ല, തിരക്കൊന്നും കാണുന്നില്ല. ആ രീതിയിൽ വയനാട് ജില്ലയും പൂർണ്ണമായ സഹകരണം തന്നെയാണ് ദേശീയ പണിമുടക്കിനോട് പ്രഖ്യാപിക്കുന്നതല്ലേ? വിനിഷ, 29 ലേബർ നിയമങ്ങളെ ശിഥിലീകരിച്ചുകൊണ്ട് 4 ലേബർ കോഡുകളാക്കി മാറ്റി തികച്ചും തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനോടുള്ള വലിയൊരു പ്രതികരണം തന്നെയാണ് വയനാട് ജില്ലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ 6 മണിക്ക് വിനിഷ പറഞ്ഞതുപോലെ തന്നെ റോഡൊക്കെ തന്നെ ശൂന്യമായിരുന്നു. ഇപ്പോൾ 8 മണിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും വാഹനങ്ങളൊന്നും തന്നെ ഓടുന്നില്ല. അവശ്യ സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ചിടത്തോളം തോട്ടം മേഖലയാകെ തന്നെ സ്തംഭിച്ചു നിൽക്കുകയാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ CITയുടെ അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ അംഗം PV സഹദേവനുണ്ട്. നമുക്കൊരു വയനാടിന്റെ പ്രതികരണം കൃത്യമായും തൊഴിലാളികളുടെ ഒരു പ്രതികരണം ഒക്കെ തന്നെ നമുക്ക് സഹദേവനോട് ചോദിക്കാം. സഹദേവേട്ട, ഇന്നത്തെ ഒരു തൊഴിലാളി പണിമുടക്ക് അത് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വയനാട്ടിലെ പ്രധാനപ്പെട്ട സംഘടിത വ്യവസായം എന്ന് പറയുന്നത് തോട്ടമാണ്. തോട്ടത്തിലെ തൊഴിലാളികളൊക്കെ പരിപൂർണമായിട്ടും പണിമുടക്കിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ മോട്ടോർ മേഖലയിലുള്ള തൊഴിലാളികളും ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ പണിമുടക്കിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ഷോപ്പിലുള്ള തൊഴിലാളികളടക്കം ഇന്ന് പണിമുടക്കി ഇതിനോട് സഹകരിക്കുന്ന രീതിയാണ് പൊതുവിൽ ഉണ്ടായിട്ടുള്ളത്. പണിമുടക്കിയ തൊഴിലാളികൾ രാവിലെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പണിമുടക്കിൽ ഉള്ളൊരു പ്രത്യേകത, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി INTUC അതുപോലെ തന്നെ STU പോലുള്ള സംഘടനകൾ പണിമുടക്കിൽ നിന്ന് വേറിട്ട രൂപത്തിലുള്ള പ്രചാരവേലയും പ്രത്യേക പണിമുടക്കും സംഘടിപ്പിക്കുകയാണ്. അതിനവർ കാരണം പറയുന്നത് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ കേരളത്തിലുള്ള LDF ഗവൺമെൻറ് കേരളം ഭരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ BMS എന്ന് പറയുന്ന സംഘടനയും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ BJP ആയതുകൊണ്ട് രാജ്യം ഭരിക്കുന്ന BJP ഭരിക്കുന്നതുകൊണ്ട് അവരും ഈ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അപ്പോൾ ഫലത്തിൽ BMS വിട്ടുനിൽക്കുന്നതും INTUC വേറിട്ട രൂപത്തിലുള്ള പണിമുടക്കിൽ പങ്കെടുക്കുന്നതുമൊക്കെ യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെ ഐക്യത്തെ തകർക്കുന്ന രൂപത്തിലുള്ളതാണ്. തൊഴിലാളികൾ എല്ലാം മറന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യോജിച്ച ഒരു പ്രക്ഷോഭ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ ഫലത്തിൽ BMS ആയാലും INTUC ആയാലും വേറിട്ട് നിൽക്കുന്ന INTUCയും അതുപോലെ തന്നെ വിട്ടു നിൽക്കുന്ന BMSഉം ഒക്കെ തൊഴിലാളികൾക്കിടയിൽ ഐക്യം തകർക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം പ്രവർത്തിക്കുന്നതിനായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എങ്കിൽ പോലും ഈ പണിമുടക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിലുള്ള തൊഴിലാളികളുടെയും അതുപോലെ തന്നെ കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ പങ്കാളിത്തത്തോടുകൂടിയാണ്. കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ കൃഷിക്കാരും കൂടി യോജിച്ചിട്ടുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി തന്നെ രൂപീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ നടന്നിരുന്നു. കൺവെൻഷനുകൾ നടത്തി. അതുപോലെ തന്നെ ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് പന്തംകുളത്തി പ്രകടനം ഉൾപ്പെടെയുള്ള പല പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രതിഷേധം വിളിച്ചറിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് പണിമുടക്ക് വലിയ തോതിൽ വയനാട്ടിലെ ജനങ്ങൾ അത് ഈ ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരായി ഏറ്റവും അത്യാവശ്യമാണ് എന്ന് കണ്ടെത്തി അതിൽ പങ്കെടുക്കുന്ന ഒരു അനുഭവമാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. പ്രത്യേകിച്ച് 4 ലേബർ കോഡുകൾ അത് വന്നതിൻ്റെ ഫലങ്ങൾ പോലും വയനാട്ടിൽ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. പല തോട്ടം വ്യവസായികളും ഇന്ന് അവരുടെ ഗ്രാറ്റുവിറ്റി പോലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി 6 ദിവസം ആഴ്ചയിൽ പണിയുള്ളത് 5 ദിവസമാക്കി മാറ്റിക്കഴിഞ്ഞാൽ 240 ദിവസത്തെ ഒരു വർഷത്തെ പണി കുറക്കാനും അതിലൂടെ ഗ്രാറ്റുവിറ്റി നിഷേധിക്കാനും വേണ്ടി കഴിയുമോ എന്നുള്ള പരിശോധന അടക്കം ചില മാനേജ്മെൻറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഓരോ സ്ഥലത്തും ഗ്രാറ്റുവിറ്റിയൊക്കെ നിഷേധിക്കുമ്പോൾ അതിനെതിരായിട്ട് പ്രത്യേകമായിട്ടുള്ള സമരങ്ങൾ വേറെ സംഘടിപ്പിക്കും. അത് വ്യാപകമായിട്ട് അതിൻ്റെ ശ്രമങ്ങൾ ഇപ്പോൾ HML പോലുള്ള കമ്മിറ്റികൾ വ്യവസായികൾ ആ രൂപത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മാനന്തവാടി മണ്ഡലത്തിൽ HMLൻ്റെ തോട്ടമില്ല. അതേപോലെ കൽപ്പറ്റ ബത്തേരി ഭാഗങ്ങളിൽ അവരുടെ കുറച്ച് തോട്ടമുണ്ട്. അവരുടെ ബഹുഭൂരിപക്ഷം തോട്ടങ്ങളും തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിലൊക്കെ ബാധകമായിട്ടുള്ള നിയമം എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പായിക്കൂടാ എന്ന രൂപത്തിലാണ് ഇന്ന് അവർ പ്രതിഫലിച്ചു തുടങ്ങിയല്ലേ ഈ 4 ലേബർ കോഡുകൾ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ശ്രമം. പക്ഷേ CITUവിൻ്റെ സംഘടിതമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ട് ആ 6 ദിവസത്തെ ജോലി അല്ലെ ഒരു ദിവസം ചെലവ് കാശ് കയ്യിൽ കൊടുത്തുകൊണ്ടും ഒരു രേഖപ്പെടുത്താതെയും 5 ദിവസം രേഖപ്പെടുത്തിക്കൊണ്ടും
തൊഴിലെടുപ്പിക്കുന്ന സമ്പ്രദായത്തെ ചെറുത്ത് പരാജയപ്പെടുത്താൻ CITUവിന് പ്രാഥമിക ഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിവിടെ പെട്ടെന്ന് നടപ്പാക്കുന്നതിൽ നിന്ന് മാനേജ്മെൻറ്റും പുറകോട്ട് പോയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ദുരന്ത ബാധിതർക്ക് വേണ്ടി ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ പണിമുടക്ക്. ടൗൺഷിപ്പിനെ ഇതിൽ നിന്നും ഒഴിവാക്കുന്നുണ്ടോ ഈ പണിമുടക്കിൽ നിന്നും? കാരണം അത്യാവശ്യമാണ്, അവരുടെ ഒരു ജീവൽ പ്രശ്നം കൂടിയാണ് ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. അവരെ ഈ തൊഴിലാളികളെ ഒഴിവാക്കിക്കൊണ്ട് ദുരന്ത ബാധിതരെ സഹായിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ സംഘടന? ടൗൺഷിപ്പ് വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കണമെന്ന രൂപത്തിലാണ് ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പണിമുടക്ക് ഒരു കാരണവശാലും ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനത്തെ ഈ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാ തൊഴിലാളികളും ഇന്ന് പണിക്ക് വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പണിക്ക് വരുന്ന മുഴുവൻ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം മറ്റെല്ലാ ദിവസങ്ങളിലെയും പോലെ ഇന്ന് നടക്കുക തന്നെ ചെയ്യും. മറ്റു അമ്പലങ്ങളെ ഉത്സവങ്ങളെ ഒഴിവാക്കുന്നത്, അമ്പലവും പള്ളിയല്ലേ? അമ്പലങ്ങളിലും ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പള്ളി ആഘോഷങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണിമുടക്കുന്ന ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലും പത്രവും ഒക്കെ പണിമുടക്കുന്ന സാധാരണ പോലെ തന്നെ ഒഴിവാക്കിയിട്ടതാണ്. വിനിഷ, ഇത്തരത്തിൽ അവശ്യ സർവീസുകളെ ഒക്കെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. വയനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ദുരന്ത ബാധിതർക്കായി ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം അവരെ കയ്യിൽ ചേർത്ത് പിടിക്കേണ്ടത് ഒരു അത്യാവശ്യവും കൂടിയാണ്. അവരെ എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദുരന്ത ബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയില്ല എന്നുള്ളത് തന്നെയാണ് CITU നേതാവ് കൂടിയായ സഹദേവൻ PV സഹദേവൻ നമ്മളോട് വിശദീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തോട്ടം മേഖലയിൽ ഈ 4 ലേബർ കോഡുകൾ, അതായത് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താതെ കരാർ തൊഴിലാളികളാക്കി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക, അതുപോലെ തന്നെ ഇവർക്കുള്ള ഗ്രാറ്റുവിറ്റി അടക്കം ഇല്ലാതാക്കുക, ഇത്തരത്തിലുള്ള 4 ലേബർ കോഡുകൾ ഉൾപ്പെടുന്ന അതിൻ്റെ ഒരു പ്രതിഫലനം വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ അത് പ്രതിഫലിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. തൊഴിലാളികളുടെ ഈ തൊഴിൽ ദിനങ്ങൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് അവരെ 240 ദിവസം എന്ന് കണക്കിൽ കാണിച്ചുകൊണ്ട് അവരുടെ ഗ്രാറ്റുവിറ്റി ഒഴിവാക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ മുതലാളിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇല്ലാതാക്കാൻ, അതുപോലെ തന്നെ ചെറുത്തു തോൽപ്പിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ തൊഴിൽ നിയമങ്ങൾ ആ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങളെ വെട്ടിച്ചുരുക്കുന്ന ആ സംവിധാനത്തെ ഇല്ലാതാക്കാൻ വയനാട് ജില്ല എന്തായാലും സുസജ്ജമാണ്. തൊഴിലാളികളെല്ലാം തന്നെ ഈ പണിമുടക്കിനോട് സഹകരിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അവശ്യ സർവീസുകളെയൊക്കെ തന്നെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂർദ് മാതാ പള്ളിയിൽ ഉത്സവം നടക്കുകയാണ്, ആ പ്രദേശത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. മൂലങ്കാവിൽ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്, ആ പ്രദേശത്തെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും സമാധാനപരമായി, എന്നാൽ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളടക്കം സഹകരിക്കുന്ന നിലയിലേക്കാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോൾ ഉള്ളത് കാട്ടിക്കുളത്താണ്. കാട്ടിക്കുളത്ത് നമുക്കറിയാം അവശ്യ സർവീസുകളല്ലാതെ കടകമ്പോളങ്ങളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. എല്ലാവരും വാണിജ്യം, വ്യവസായ മേഖലകളും അതുപോലെ തന്നെ കാർഷിക മേഖലയും ഒക്കെ തന്നെ പണിമുടക്കിനോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് വയനാടിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്നത്. മിനിഷ. യെസ്, വയനാട്ടിൽ നിന്ന് PV ജോഷിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.